ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സ്പൈഡർമാൻ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മറ്റേ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ അപ്പോൾ ആ പടം കാണാൻ പോകുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് കാണാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഓഫ്കോഴ്സ് ഇപ്പം പറ്റില്ല. ഫസ്റ്റ് കണ്ട് ഇന്ന് കാണാൻ പോകണമെങ്കിൽ സെക്കൻഡ് ഷോ പോകേണ്ടി വരും. എന്ന് വെച്ചാൽ രാവിലെ ജോലിയുണ്ട്. അപ്പം അത് കഴിഞ്ഞ് സെക്കൻഡ്, കാരണം ഞാൻ പണ്ട് എപ്പോഴും ഫസ്റ്റ് സിനിമ പോയി കണ്ടിരുന്ന ആളാണ് ഞാൻ. കോളേജൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് കൃത്യം പിന്നെ അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ എല്ലാ പടവും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അതിനുള്ള ഇതില്ല, പോസിബിലിറ്റി ഇല്ല. ഇപ്പം ജോലിക്ക് കയറിയോണ്ട് ഞാനിപ്പോൾ എല്ലാ ഫസ്റ്റ് ഡേ മാറ്റിയിട്ട് സാറ്റർഡേ നൈറ്റ് ആക്കിയൊക്കെയാണ് പ്ലാൻ വെച്ചേക്കണത്. അപ്പോൾ ശനിയാഴ്ച രാത്രി പോയി കാണാമെന്നാണ് ഞാൻ വിചാരിക്കണത്. എന്താവുമെന്ന് അറിയില്ല. എന്തായാലും അന്ന് രാത്രി പോയി കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ സംസാരിക്കണ്ട എന്തായാലും. അപ്പോൾ ഇന്നിപ്പോൾ റിലീസാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ശാസ്താംബ്രോയൊക്കെ എന്താ പറയുക, നല്ലൊരു മറ്റേ റിവ്യൂ ഇട്ടിട്ടുണ്ട്. സൂപ്പർ വീഡിയോ സിനിമയെന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂ ഒക്കെ എന്താ പറയുക ശാസ്താംബ്രോ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കിട്ടുന്ന പടമായിരിക്കും. ഓഫ്കോഴ്സ് നമ്മളെ ട്രെയിലർ കണ്ടപ്പോഴാണ് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത സിനിമയാണ്, അടിപൊളി സിനിമയാണ്. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ മറ്റേ മൊത്തം MCU ഫാനൊന്നുമല്ല, ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഫാനാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ട് ഇപ്പോൾ സ്പൈഡർമാൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഡെഡ് പൂള് കണ്ടിട്ടുണ്ട്, പിന്നെ എക്സ്മാൻ്റെ കുറച്ച് സീരീസ് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനൊരു എന്താ പറയുക പ്രോപ്പർ വെബ് സീരീസ് കാണുക, എല്ലാം ഇറങ്ങുന്ന മാർവലിലെല്ലാം. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ തന്നെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക എക്സ്പ്ലനേഷൻ വീഡിയോസും ഇപ്പോൾ റീലോഡ് മീഡിയ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. ഇങ്ങനെ എന്താ പറയുക ഇവരൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ, ഈ ക്യാരക്ടേഴ്സൊക്കെ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക എന്നെ പോലത്തെ ഫാൻസുകാരുണ്ടാവുമല്ലോ, ചില ക്യാരക്ടേഴ്സിന് ഇഷ്ടപ്പെട്ട് ചില സിനിമകൾ മാത്രം കാണുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ എന്തായാലും എന്താ പറയുക ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാം. അപ്പോൾ പിന്നെ കുറച്ചുകൂടി എന്താ പറയുക ഈസി ഉണ്ടാവും നമ്മൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ. ഇവർ നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എന്താ പറയുക സീരീസും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മറ്റെന്താ പറയുക ഇതിൻ്റെ ഓരോരോ മാർവലിൻ്റെ ഒരു കളിയാണിത്. പക്ഷേ സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു മാർവല് അതുകൊണ്ടാണ് ഒരു വ്യത്യസ്തതയായിട്ടുള്ളത്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കേട്ടത് മാർവലിൽ നിന്നാവും. DC ആണ് ഹോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഇംഗ്ലീഷ് സിനിമ അത്ര ഫോളോ അപ്പ് ചെയ്തിരുന്ന ഒരാളല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ അടുത്തൊക്കെയാണ് ഒരു 3 കൊല്ലോ 4 കൊല്ലോ എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് പോലും ഞാൻ ഇംഗ്ലീഷ് സിനിമ അധികം വാച്ച് ചെയ്യാണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 3 കൊല്ലമൊക്കെ ആയിട്ടാണ് മര്യാദയ്ക്ക് ഒരു ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടു തുടങ്ങിയത്. അഫ്കോഴ്സ് ഇൻഫിനിറ്റി വാർ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ അവഞ്ചേഴ്സ് സിനിമ കാണുന്ന തന്നെ എൻ്റെ ഗെയിമായിരിക്കും. എൻ്റെ ഗെയിം അല്ലെങ്കിൽ എൻ്റെ ഗെയിമായിരിക്കും ഞാൻ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ പിന്നെ ഇൻഫിനിറ്റി വാറാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്താ പറയുക പിന്നീട് ഫോളോ അപ്പ് ചെയ്യാൻ പോലും അങ്ങനെ ഫോളോ അപ്പ് ഇല്ല. ഞാൻ തോറ് കണ്ടിട്ടില്ല. ആൾക്കിൻ്റെ ഫസ്റ്റ് സിനിമ എനിക്ക് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. പക്ഷേ ആൾക്കിൻ്റെ മറ്റേ ഫസ്റ്റത്തെ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഞാൻ കാണാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക ഇതൊക്കെ കണ്ടിട്ടില്ല നമ്മൾ. ഇതൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ കണ്ടേക്കാണ്. അപ്പോൾ പിന്നെ ഒരു എന്താ പറയുക ഇതിൻ്റെ കഥ എന്താണെന്ന് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോസൊക്കെ കണ്ടിട്ട് അറിഞ്ഞിട്ട് നമ്മൾ പടത്തിന് പോവുക. ഇതാണ് ഇപ്പോഴത്തെ മോഡ്. എക്സ്മാനൊക്കെ ഞാൻ കണ്ടത് എനിക്ക് ആ വോൾവറിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എക്സ്മാൻ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എക്സ്മാൻ സീരീസ് മൊത്തം കണ്ടു. ലോഗൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സിനിമ കണ്ടു. അങ്ങനെ എക്സ്പാൻ സീരീസ് അങ്ങനെയാണ് കണ്ടുതീർത്തത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ 2-3 വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഈ സ്പൈഡർമാൻ പിന്നെ നമ്മളെ ചെറുപ്പം തൊട്ട ഫാനുമാണ്. നമ്മുടെ കൊച്ചു TVയിലും പിന്നെ എല്ലാത്തിലും മറ്റേ പഴയ നമ്മുടെ സ്പൈഡർമാനല്ലോ വരാറുണ്ട്. സ്പൈഡർമാൻ സീരീസ് ഞാൻ മിസ് ചെയ്യാറില്ല, എല്ലാ സിനിമയും ഞാൻ കാണാറുണ്ട്. സ്പൈഡർമാൻ സീരീസ് കണ്ടിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാലാമത്തെ സിനിമയല്ലേ ഇത്, ടോമോളുടെ. അപ്പോൾ അത് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ റിവ്യൂവറല്ല, എന്നാലും ഞാനൊരു ശനിയാഴ്ച രാത്രിയൊക്കെ ആവും കണ്ടു തീർക്കുക. പറ്റാച്ച ആ സമയത്ത് റിവ്യൂ ഇടാം. എന്തായാലും മോർണിംഗ് നമ്മുടെ ഡെയിലി ടോക്സ് ഉണ്ടാവും. പക്ഷേ രാത്രി എന്താവും എനിക്കറിയില്ല. അപ്പം എന്തായാലും ഇന്നിപ്പോൾ സ്പൈഡർമാൻ്റെ എന്താ പറയുക പടം ഇറങ്ങുകയാണ്. എല്ലാവരും പോയി കാണുക. എനിക്ക് എന്തായാലും ഇന്ന് കാണാൻ പറ്റില്ല, നമുക്ക് ശനിയാഴ്ച കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശനിയാഴ്ച രാത്രി എങ്ങനെയും ഒരു എന്താ പറയുക റിവ്യൂ വീഡിയോ ആയിട്ട് വരാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ സൺഡേ ഫണ്ടേയുടെ നമ്മുടെ മറ്റേ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഇടയിൽ നമ്മളത് പറയുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി അപ്പോൾ.
ബൈ.